നമസ്കാരം. ഇന്ത്യ നിലവിൽ പാകിസ്ഥാന് ഒരു യമണ്ടൻ പണി തന്നെ കൊടുത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ മണ്ട അടിക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യ പണി കൊടുത്തത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന നദീജല തർക്കം ഉണ്ടാകുകയും അതോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഒരു സാധനം പോലും ഇറക്കുമതി ചെയ്യേണ്ട എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് ഇന്ത്യ നിലവിൽ. നിലവിൽ ഇന്ത്യ ഇപ്പോൾ ഓൾ ട്രേഡ് സസ്പെൻഡ് എന്ന കണ്ടീഷനിലേക്ക് പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും വലിയൊരു ഒരു ഉപരോധമാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന്റെ മേൽ പയറ്റിയിരിക്കുന്നത്. ശ്രീലങ്കയെ പോലെ കടത്തിന്റെ മേൽ കടവുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. നിത്യ ചെലവിന് പോലും പാകിസ്ഥാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തത് ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അവർ ഭീകരവാദം മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആകെ ഇന്ത്യ പാകിസ്ഥാനിൽ കയറ്റി അയക്കുന്നത് കുറച്ച് മെഡിക്കൽ എക്യുപ്മെന്റ്സ് മാത്രമാണ്. അത് മാത്രമേ മോദി ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ BJP സർക്കാരിന്റെ കർശന തീരുമാനമായിരുന്നു തീവ്രവാദത്തെ തടയുക, ഏത് രീതിയിലും തീവ്രവാദം എന്ന മഹാവിപത്തിനെ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യുക അഥവാ തുടച്ചു നീക്കുക എന്നത്. മോദി തന്ത്രപരമായ ഒരു നീക്കമാണ് അന്ന് നടപ്പിലാക്കിയത്. ലോകത്ത് നടക്കുന്ന വിവിധ ഉച്ചകോടിയിൽ ഇന്ത്യ ആ വിഷയം ഉന്നയിച്ച പ്രകാരം ഓരോ രാജ്യവും പാകിസ്ഥാനെ കൈവിടുകയും അതോടൊപ്പം തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നീക്കവും BJP സർക്കാർ നടത്തുകയും ചെയ്തു. BJP സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ എല്ലാ രാജ്യവും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. അവസാനം ഇനി രാജ്യത്ത് ആക്രമണം നടത്തില്ല എന്നും നേരായ മാർഗത്തിലൂടെ ജീവിക്കാമെന്നും പാകിസ്ഥാന്റെ ഉറപ്പിന്മേൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ ഓരോ രാജ്യങ്ങളും ഓരോ വാണിംഗും പാകിസ്ഥാന് നൽകി. 2024-25 ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ₹1 സാധനം പോലും ഇറക്കുമതി ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാണ്. കാരണം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിന്റെ ഓരോ രൂപയുടെ, അതായത് പാകിസ്ഥാന്റെ ₹1 സാധനങ്ങളും ഇന്ത്യക്ക് വേണ്ട എന്ന കർശന നിലപാടിലാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 1996-2019 വരെ പാകിസ്ഥാൻ ഒരു പ്രത്യേക പദവി ഇന്ത്യ നൽകിയിരുന്നു. അതായത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന പദവിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. എന്തുകൊണ്ട് ഇന്ത്യ പ്രത്യേക പദവി പാകിസ്ഥാന് നൽകിയിരുന്നു, അതിപ്പോൾ എടുത്തു കളഞ്ഞു എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ആന്റി ടെറർ ആക്ടിവിറ്റി നടത്തുന്നത് കൊണ്ട് അങ്ങനെ ഒരു പദവി, അങ്ങനെ ഒരു ഔദാര്യം, അങ്ങനെ ഒരു അവകാശം പാകിസ്ഥാന് വേണ്ട എന്ന കർശന നിലപാട് ഇന്ത്യ എടുത്തു. അത് ആ സമയത്ത് കുറച്ചൊരു വിട്ടുവീഴ്ച വന്നിരുന്നു. എങ്കിലും പുൽവാമ ആക്രമണത്തോടെ ഇന്ത്യ ശക്തമായ തീരുമാനം, അത് മോദി ഒരു ശക്തമായ തീരുമാനം എടുത്തു. മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന പദവി ഇനി ഒരിക്കലും പാകിസ്ഥാനിന് വേണ്ട എന്ന രീതിയിലേക്ക് ഒരു തീരുമാനം മോദി കൈക്കൊണ്ടു.